എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കാളിയാർ വനത്തിൽ വെച്ച് ഗീതുവിനെയും ഗോവിന്ദനെയും തീർത്തേക്കണം, ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ 5 ലക്ഷം രൂപ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് ഭാസ്കരൻ ഫോൺ കട്ട് ചെയ്തു. അച്ഛന് എവിടുന്ന 5 ലക്ഷം രൂപ? അച്ഛനൊരു ദരിദ്രവാസിയാണെന്നാ അമ്മ പറഞ്ഞത്. അത് കേട്ടതും അനാർക്കലി ഭയങ്കര ചിരിയ. നിന്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു സത്യം പറയുന്നത്. ഭാസ്കരൻ ദരിദ്രവാസി തന്നെയാ, പക്ഷേ അറയ്ക്കൽ കുടുംബത്തിൻ്റെ നാശം കാണാൻ പൈസ മുടക്കുന്നത് ഞാനാ. അത് കേട്ടതും വരുണ് സന്തോഷമായി. എന്തായാലും 5 ലക്ഷം രൂപ കൊടുക്കാനെങ്കിലും നിങ്ങൾ നിന്നല്ലോ കൂടെ, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുക. അറയ്ക്കൽ കുടുംബത്തിൻ്റെ നാശം കാണുന്നത് എൻ്റെയും കൂടെ സന്തോഷമാണ്. അതിനു വേണ്ടിയാ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഭാസ്കരൻ. എന്തായാലും തിരിച്ചു വരുന്നത് ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ഡെഡ് ബോഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ആഘോഷമാക്കണം. എന്തായാലും രാധിക ഇതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വരുൺ എന്തായാലും പൈസ മുടക്കാൻ അനാർക്കലിയുണ്ട്, കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ അച്ഛനും. ഇനിയിപ്പോൾ എനിക്ക് എന്താ വേണ്ടേ? ഗോവിന്ദേട്ടൻ്റെ ഡെഡ് ബോഡി വരുന്നതും കാത്തിരിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാട്ടിലാണ്. ഗീതുവും ഗോവിന്ദും ഭയങ്കര സന്തോഷത്തോടെ കാട്ടിലൊക്കെ ഓടിച്ചാടി നടക്കുക. ഈ സമയത്തൊരു പാട്ട് സീനൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞിരിക്കലും പിന്നെ കാട്ടിലൂടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കലും കുറേ കൂകി വിളിക്കുകയും കാട്ടാനയുണ്ടോ കുയിലുണ്ടോ മയിലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുവാണ് ഗീതു. കണ്ണേട്ടാ ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ടെന്ന് തോന്നുട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക, അതെ ഇവിടെ കുരങ്ങന്മാരൊന്നുമില്ല, നീ മിണ്ടാതെ വാ ഗീതു. അപ്പോൾ ഗീതു മരത്തിൽ കയറാനായിട്ട് പോയി. അയ്യോ നീ എങ്ങോട്ടേക്ക് പോകുന്നേ? ദേ മരത്തിൽ കയറാൻ. എൻ്റെ ഗീതു വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ആലോചിക്കാതെയാണോ നീ മരത്തിലോട്ട് പഠിച്ചു കയറാൻ പോകുന്നേ? എൻ്റെ കണ്ണേട്ടാ പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹം മരം കയറണമെന്ന്, അതുകൊണ്ട് ഞാനൊന്ന് കയറിക്കോട്ടെ. അത് കേട്ടത് എൻ്റെ ഗീതു അങ്ങനെ മരത്തിൽ കയറി ശരിയാവില്ല, കൊമ്പെങ്ങാനും ഒടിഞ്ഞ് താഴെ വീണാൽ പിന്നെ തീർന്നു, അതോടുകൂടെ അല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല കണ്ണേട്ടാ, ഞാനൊന്ന് കയറിക്കോട്ടെ കണ്ണേട്ടാ പ്ലീസ്. എന്നാൽ പിന്നെ നിനക്ക് പകരം ഞാൻ കയറാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പറയുക. അത് കേട്ടതും ശരി എന്നാൽ കണ്ണേട്ടൻ കയറ്. അങ്ങനെ ഗോവിന്ദ് മരത്തിൽ പഠിച്ചു കയറുക. പെട്ടെന്ന് ഗോവിന്ദ് മരത്തിൽ നിന്നും കൊമ്പൊടിഞ്ഞ് ദേ കിടക്കുന്നു താഴെ, ബോധം കെട്ട് കിടക്കുക. അപ്പോൾ ഗീതു അയ്യോ കണ്ണേട്ടാ എഴുന്നേക്ക് കണ്ണേട്ടാ, കണ്ണേട്ടാ എണീക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. പക്ഷേ എത്ര വിളിച്ചിട്ടും ഗോവിന്ദ് കണ്ണുറക്കുന്നില്ല. പേടിച്ച് ഗീതു കരയാൻ തുടങ്ങി. ഈ സമയം ഗോവിന്ദ് ഇടം കണ്ണിട്ട് നോക്കുക. അമ്പട കള്ള പറ്റിക്കുമായിരുന്നല്ലേ, ഇന്ന് നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കുറേ അടിച്ചു. ഗീതു ഇങ്ങനെ അടിച്ചാൽ ഞാൻ ചത്തുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ്. അത് കേട്ടതും ഗീതു പിന്നെ എന്നെ പറ്റിച്ച എന്തിനാ? ഞാൻ പേടിച്ചു പോയി. പേടിക്കണ്ട, നിന്നെ വെറുതെ കളിപ്പിച്ചതല്ലേ. എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ ഗീതു? വേണ്ട, കുറച്ചുകൂടെ ഈ കാട് ആസ്വദിക്കണം, എന്ത് രസമാണ് കാണാൻ. എന്തായാലും നമ്മളൊരു കാര്യം അന്വേഷിച്ച് ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി, അർജൻറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും ആ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുക. അങ്ങനെ അവർ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഗുണ്ടകൾ ഗോവിന്ദനെയും ഗീതുവിനെയും ഫോളോ ചെയ്ത് വരികയാണ്. ഇതൊന്നും അറിയാതെ ഗീതുവും ഗോവിന്ദും ഏതോ ലോകത്തൂടെ നടക്കുന്ന പോലെയാണ് ആ കാട്ടിലൂടെ നടക്കുന്നത്. എന്ത് രസമല്ലേ കണ്ണേട്ടാ, സത്യം പറഞ്ഞ നാട്ടിനേക്കാളും ഭംഗിയാണ് കാടിൽ ഇങ്ങനെ താമസിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം. ഇതിനുള്ളിൽ തന്നെ ഭക്ഷണം, ഇതിനുള്ളിൽ തന്നെ ഒരു ചൂടുമില്ല, മഴയും അധികം കൊള്ളണ്ട, എല്ലാം കൊണ്ടും നല്ല രസമുള്ള കാഴ്ചകളാണ് അല്ലേ കണ്ണേട്ടാ? അതെ ഗീതു, ഞാനും ഇതൊക്കെ ആഗ്രഹിക്കാറുണ്ട്. എന്തായാലും ഈ കാട് ഭംഗിയോടെ ആസ്വദിക്കാം അല്ലേ ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാട്ടിലൂടെ നടക്കുക. കണ്ണേട്ട ഒരു കുടില് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുക. അവിടെ കാണാൻ ഭയങ്കരമായിരുന്നു. പേടിച്ച് വിറച്ച് ഗീതു ഇങ്ങനെ നോക്കുക. അപ്പോൾ ഗോവിന്ദന് നല്ല ടെൻഷനുണ്ട്. ഈശ്വര എന്തെങ്കിലും ഉണ്ടാവുമാവോ എന്നാ ഇങ്ങേ എന്നും തമിഴിൽ ഒരാൾ ചോദിക്കുക. അത് ഞാൻ ഇത് കണ്ടിട്ട് വന്നതാ. കണ്ണേട്ട തേനാണെന്ന് തോന്നുന്നു, കാട്ടുതേൻ. തേന് വേണമാ? വേണം. അപ്പോൾ ഒരു കുപ്പി തേനെടുത്ത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കൈ കൊടുക്കുക. തേനുണ്ടോ? ഇത്തിരി കുടിച്ചു നോക്കാൻ തരാമല്ലോ എന്നും പറഞ്ഞ് ആ ചേച്ചി കയ്യിൽ തേനൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഗോവിന്ദും ഗീതു അത് കുടിച്ചു. അപ്പോൾ ഗീതു എന്താ പറയുക ഭയങ്കരമായിട്ട് തേൻ കുടിച്ച് നല്ല സന്തോഷത്തോടെ നിൽക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണേട്ടാ, ഇനിയും നമുക്കിവിടെ നിന്നാലോ? പിന്നെ എനിക്കിവിടെയൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. അതെ സാറേ, ഇവിടെ അധികം നേരം നിൽക്കണ്ട, കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളതാ,
അവർ വന്നാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ അറിയാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പെട്ടെന്ന് പോയിക്കോ കണ്ണേട്ടാ, എന്നാൽ നമുക്ക് പോകാം. ദേ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കേട്ടതും ഗോവിന്ദ അത് ശരിയാ, കാട്ടുമൃഗങ്ങൾ വന്ന് കണ്ണേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇവിടെ ഒരു കാട്ടുമൃഗവും ഇല്ല. അത് അവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഞാൻ ഒന്നും കൂടി ഇവിടെ നടന്ന് കണ്ട് ആസ്വദിച്ചിട്ടേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നടക്കുക. അപ്പം ഗീതു കുറച്ചുകൂടെ അങ്ങ് മാറിയിരുന്നിട്ട് കുയിലിനെ പോലെ ഇരുന്ന് കൂകുക. ഈ സമയം ഗീതുവിൻ്റെ കൂകൽ കേട്ടോ ഗോവിന്ദ്, ഗീതു ഗീതു നീ ഇങ്ങനെ കിടന്ന് കൂകി വിളിക്കണ്ട, ഉള്ള കുരങ്ങന്മാരൊക്കെ ഓടി വരും. അത് കേട്ടതും ഒന്ന് പോകണേട്ടാ. ഇങ്ങനെ കുയിലിനെ വിളിക്കുമ്പോൾ കുയിൽ തിരിച്ച് നമ്മളെ ഇങ്ങനെ കൂകും. അങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു വീണ്ടും വീണ്ടും കൂകുക. ഈ സമയം കാട്ടാനകൾ ഗീതുവിൻ്റെ ശബ്ദം കേട്ട് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. അത് കേട്ടതും ഗീതു പേടിച്ച് ഓടിച്ചെന്ന് കണ്ണേട്ടാ ആന. നിൻ്റെ കൂടെ പഠിച്ചവർ നിൻ്റെ വീട്ടുകാർ മാത്രമല്ല, കൂടെ പഠിച്ചവരും കൂട്ടുകാരും ഒക്കെ ഉണ്ട് ഈ കാട്ടിനകത്ത്. എന്തായാലും കാട്ടാനെ വിളിച്ചു വരുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ കണ്ണേട്ടാ, ഇവിടെ അധികം നേരം നിന്നാൽ ശരിയാവില്ല, വാ 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 പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് പോയി കാറിൽ കയറുക. കാറിൽ കയറിയതും ഗുണ്ടകൾ ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും കാറിന് പിന്നാലെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊന്നും അറിയാതെ രണ്ടുപേരും കാറിനകത്ത് കയറിയിരുന്നു. അപ്പോൾ ആ ഗുണ്ടകൾ കാറിലിരുന്നു കൊണ്ട് അവരെ ഫോളോ ചെയ്തു. എന്തായാലും ഈ കാറിനകത്തിരുന്ന് ഇവരെ ഫോളോ ചെയ്താൽ മതി, എന്നിട്ട് രണ്ടെണ്ണത്തിനെയും തീർത്ത് കളയാം. ഭാസ്കർ സത്യദാസ് സാർ പറഞ്ഞതുപോലെ രണ്ടുപേരെയും കൊന്നിട്ട് സമാധാനമായിട്ട് പോയി 5 ലക്ഷം രൂപ മേടിക്കണം. ഈ സമയം ഒന്നും അറിയാതെ ഗീതു ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. എന്ത് രസമല്ല കണ്ണേട്ടാ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ. പിന്നല്ലാതെ എനിക്കും ഒരുപാട് ഇഷ്ടമായി ഗീതു. ഈ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. എന്തൊരു സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ് ഇവിടെ. വല്ലാത്തൊരു രസം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവും ഗോവിന്ദനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ദേ നമ്മൾ പോകുന്നത് തക്കല വഴി പോയി അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ സമാധാനത്തോടെ തിരിച്ചു വരുന്നു. അതിനുശേഷം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം വണ്ടിയിൽ തന്നെ. നമുക്ക് ഹോംലി ഫുഡല്ലേ നല്ലത്. അതെ കണ്ണേട്ട ഫുഡ് ഉണ്ടാക്കി തരുമോ എന്നും ചോദിക്കാം. അതിനെന്താ, ഇന്നത്തെ ദിവസം എൻ്റെ വക ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം. നടന്നത് തന്നെ എന്നും ഗീതു. ആര് പറഞ്ഞു നടക്കില്ല എന്ന്? ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും പോവുക. ഈ സമയം പിന്നീട് വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത്. ആ പൂജാരി വന്ന് കോളിംഗ് ബെൽ അടിക്കുക. അപ്പോൾ വിജയലക്ഷ്മി വാല് പറഞ്ഞു, പൂജാരി അല്ല കേട്ടോ ജോത്സ്യൻ. അങ്ങായിരുന്നോ? അല്ല, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാര്യമുണ്ടായിട്ട് വന്നതാണെന്ന്. എന്തെങ്കിലും പൂജ ചെയ്യാനുണ്ടോ തിരുമേനി? അല്ല, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഫോണിൽ വിളിക്കാമെന്ന് വിചാരിച്ച് നമ്പർ നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. നമ്പർ നോക്കിയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ തിരുമേനി ഇരിക്കും? തിരുമേനിക്ക് കുടിക്കാൻ ചായയോ അതോ സംഭാരമോ? ഒന്നും വേണ്ട. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണേലും പറഞ്ഞോ. അത് പിന്നെ ഇന്നലെ ഞാൻ ആശുപത്രി പോയായിരുന്നു. കണ്ണിന് ഇത്തിരി കാഴ്ചക്കുറവുണ്ടേ, അത് കാണിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ച് ഗീതുവിനെയും ഗോവിന്ദനെയും കണ്ടു. അവരെന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിച്ചത്. അവിടത്തെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? അത് പിന്നെ എന്നോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അങ്ങ് ഇവിടുത്തെ പഴയ കാല കഥകളൊക്കെ ചോദിച്ചു. നിങ്ങൾ ഗോവിന്ദനെ വിട്ടേച്ച് പോയത് എന്തിനാണെന്നും അവരുടെ ജീവിതത്തിൽ എന്തായിരുന്നു പ്രശ്നമെന്നും മാധവൻ മുതലാളിയെ ഉപേക്ഷിച്ച് അമ്മ എന്തിനു വേണ്ടിയാണ് പോയതെന്നൊക്കെ. പിന്നെ ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. പിന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ ഏതോ ഒരു പാട്ടുകാരനാണ് അമ്മയുടെ ഭർത്താവെന്നും പിന്നെ ആ പാട്ടുകാരൻ ആരാണെന്ന് അറിയില്ല എന്നും ഒക്കെ പറഞ്ഞു. എന്നിട്ട് വേറെ എന്താ അവർ ചോദിച്ചേ? അത് പിന്നെ അമ്മയെ അമ്മ പാട്ട് പഠിക്കാനായിട്ട് തക്കലയിലേക്കാണ് പോയതെന്നും അവിടെ ഒരു ഗുരുജി ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിതാക്കാൻ നോക്കി. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിനൊരു സമാധാനം ഇല്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല, എന്തെങ്കിലും സംഭവിക്കുമത്. മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ ഇനി അമ്മയുടെ ചരിത്രങ്ങൾ അന്വേഷിച്ച് തക്കലയിലേക്ക് പോയി അവരെന്തെങ്കിലും അറിയോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അങ്ങനെ അറിഞ്ഞാലും അവർക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുള്ളൊരു ടെൻഷനും മനസ്സിലുണ്ടേ. അതുകൊണ്ടാണ് അമ്മയോട് വന്ന് ചോദിച്ചത് എന്നൊക്കെ പറയണം. അത് കേട്ടതും വിജയലക്ഷ്മി പേടിച്ചു. ഈശ്വര, ഇന്നലെ രാത്രി ഗീതു എന്നെ വിളിച്ചായിരുന്നു. പക്ഷേ വിളിച്ചപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും ഗീതു എന്നോട് ചോദിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? അത് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്.
അവരമ്മയെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. അമ്മയുടെ പഴയ കാലമൊക്കെ അന്വേഷിച്ച് അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഗോവിന്ദ് ഒരുമ്പിട്ടിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ തന്നെ അവരുടെ പോക്ക് തടയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയോട് സംസാരിക്കണം. ഇത് കേട്ടത് വിജയലക്ഷ്മി ഫോൺ എടുത്ത് ഗീതുവിനെ വിളിക്കുക. പക്ഷേ എവിടെ നിന്ന് ഗീതുവും ഗോവിന്ദും ഫോൺ പോലും എടുക്കുന്നില്ല. അവർ ഭയങ്കര സന്തോഷത്തോടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇരിക്കുന്നുണ്ടെന്നറിയാതെ ഗീതുവും ഗോവിന്ദും പോകുന്നതിന് പിന്നാലെ തന്നെ ആ കാറും ഉണ്ട്. അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ തിരുമേനി, എനിക്കും പേടിയുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു തോന്നൽ മനസ്സിനകത്ത് കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഒന്നുകൂടെ വിളിച്ചു നോക്ക്, വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഫോൺ എടുക്കുന്നത് വരെ അവർ ആ കാര്യങ്ങൾ അന്വേഷിച്ചതും തക്കലയിലേക്ക് പോയതും ഒക്കെ എന്തിനായിരിക്കും? ഇനി തക്കലയിലേക്ക് പോയിട്ടുണ്ടാവോ? അവിടെ ചെതാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? എനിക്കെന്താണ്ട് ടെൻഷൻ കൂടി വരിക. ഒന്നുകൂടെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വിജയലക്ഷ്മി വീണ്ടും വിളിക്കുക. ഇവരെന്താ ഫോൺ എടുക്കാത്തത്? ഈശ്വര, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എൻ്റെ മോനും എൻ്റെ മരുമോളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. എന്തിനായിരിക്കും? അതെ, ഈ അമ്മയെ കൂടെ നിർത്താനും അമ്മ നിരപരാധിയാണെന്ന് അറിയിക്കാനും വേണ്ടി ഗോവിന്ദ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ മോനെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒന്നും തുറന്നു പറയാൻ പോലും പറ്റാതെ ഞാൻ ട്രാപ്പിൽ അകപ്പെട്ട് നിൽക്കുന്നത് പോലെയാണല്ലോ ദൈവമേ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഗോവിന്ദനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും? എല്ലാം എൻ്റെ തലവിധി. എന്ത് ചെയ്യണമെന്നോർത്തിട്ട് ഒരു പിടിയില്ല. എൻ്റെ മോന് ഒരാപത്ത് സംഭവിക്കരുത്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഈശ്വര. ആദ്യം എൻ്റെ ഭർത്താവിനെ കൊന്നു, ഇനി എൻ്റെ മോനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ ഒരിതുമില്ല. സത്യദാസിനെ അന്വേഷിച്ചാണോ ഇനി ഗോവിന്ദ് പോയിരിക്കുന്നത്? സത്യദാസിൻ്റെ ചരിത്രം അന്വേഷിച്ച് സത്യദാസ് എൻ്റെ ഭർത്താവാണോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കുമോ ഗോവിന്ദ് പോയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും ഫോൺ എടുത്ത് വിളിച്ചു. ഒരു രക്ഷയുമില്ല. ഗീതവും ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല. കണ്ണേട്ടാ, ഇന്ന് നമുക്ക് ഇതിൽ നല്ല നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നല്ലാതെ നീ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഉടനെ ഉണ്ടാക്കി തരിഞ്ഞേ. അത് കേട്ടതും സത്യമായിട്ടും നീ എന്ത് പറഞ്ഞാലും പാചകം ചെയ്ത് നിന്നെ ഞാൻ കഴിപ്പിക്കും. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ കൈ ചേർത്ത് കോർത്ത് പിടിക്കുക ഗോവിന്ദ്. ഗീതുവും രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് ആ കാറ് പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷേ അതൊന്നും അറിയാതെ ഗീതുവും ഗോവിന്ദും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതേ കണ്ണാടിയിലേക്ക് നോക്കിയാൽ നന്നായിട്ട് കാണാം ആ കാട് മുതലേ ഗോവിന്ദനെയും ഗീതുവിനെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഗോവിന്ദും ഗീതുവും അതൊന്നും നോക്കുന്നില്ല. എല്ലാം മറന്ന്, പരിസരം പോലും മറന്ന് അവർ പ്രണയിച്ചുകൊണ്ടേ പോവുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ രാധികയും അറയ്ക്കലിരിക്കുകയാണ്. ഗീതുവിനെ മാത്രം കൊല്ലുകൊള്ളൂ എന്നും പറഞ്ഞ് രാധികയ്ക്ക് വാക്കുകൊടുത്ത് ഭാസ്കരനും അനാർക്കലിയും വരുണും കൂടെ ചേർന്ന് ഗോവിന്ദനെയും തീർക്കാനുള്ള പരിപാടിയാണ്. എന്നാൽ ഗോവിന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ രാധിക അത് സഹിക്കോ? രാധികയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയിൽ തന്നെ പൊന്നുപോലെ നോക്കി ഈ അവസ്ഥയിലെത്തിച്ചത് ഗോവിന്ദാണ്. ആ ഒരു നന്ദിയും കടപ്പാടും എന്നും രാധികാമ്മയുടെ മനസ്സിലുണ്ട് എന്ന വരുണെന്ന് പറഞ്ഞ രാക്ഷസനും ഭാസ്കരൻ എന്ന് പറഞ്ഞ ചെറ്റയും കൂടെ ചേർന്ന് ആ ഗീതുവിനെയും ഗോവിന്ദനെയും കൊല്ലാൻ എന്തായാലും തീരുമാനം എടുത്തിരിക്കുകയാണ്. കൂടെ നിൽക്കുന്നത് ഗീതുവിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്. തൻ്റെ ഗോവിന്ദനൊരു പോറൽ പോലും ഏൽപ്പിക്കരുതെന്ന് അമ്മ മകന് വാക്ക് കൊടുത്തിട്ടും ആ മകൻ ഗോവിന്ദനെ കൊന്ന് AGMൽ കയറിക്കൂടി സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് എല്ലാം നശിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അതൊന്നും അറിയാതെ രാധിക വരുണിനും പിന്നെ അനാർക്കലിക്കും ഭാസ്കരനും ഒക്കെ കൂട്ടു നിൽക്കുവാണ്. അതെ, തൻ്റെ ജീവൻ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് രാധിക ഗോവിന്ദനെയും ചേർത്ത് പിടിച്ച് ഗീതുവിനെ കൊല്ലാനായിട്ട് ഒരുങ്ങുക. പക്ഷേ ഗീതുവിന് എന്തെങ്കിലും സംഭവിക്കോ? അതല്ല, ഗുണ്ടകൾ വരുന്ന കാര്യം ഗീതുവും ഗോവിന്ദും അറിയോ? അതെ, പാട്ടിൻ്റെ ശേഷം ഒരു ഫൈറ്റ് കഴിഞ്ഞ് സന്തോഷത്തോടെ ആഘോഷിക്കണമെന്ന് ഗീതു പറഞ്ഞു. ആ ഫൈറ്റ് ഗുണ്ടകളുമായിട്ടായിരിക്കുമോ? അതെ, ആ ഫൈറ്റിനിടയിൽ വേറൊരു കാഴ്ച നമ്മുടെ ഗോവിന്ദ് കാണുമോ? തക്കലയിലേക്കുള്ള അവരുടെ യാത്ര. തക്കലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതെ, ഗീതുവിനെ പോലെ മറ്റൊരാൾ ആ രഹസ്യം തേടി നമ്മുടെ ഗോവിന്ദ് തക്കലയിലേക്ക് പോകുകയാണ്. ഗീതുവും ഗോവിന്ദും എല്ലാ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം കാളിയാർ വനത്തിലൂടെയുള്ള ആ യാത്ര ഗീതുവിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എന്ന ആ പോക്ക് അവസാന പോക്കാണെന്നറിയാതെയാണ് ഗീതുവും ഗോവിന്ദും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗീതുവും ഗോവിന്ദും സന്തോഷത്തോടെ യാത്ര പുറപ്പെടുമ്പോൾ ഒന്നും അറിയാതെ അവിടെ രാധിക ഗോവിന്ദനെ എല്ലാം കൊണ്ടും തിരിച്ചു പിടിക്കാനും ഗോവിന്ദൻ്റെ സ്നേഹം തിരിച്ച് നേടിയെടുക്കാനും ഗോവിന്ദൻ്റെ സ്വത്ത് സ്നേഹത്തിലൂടെ തട്ടിയെടുക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഭാസ്കരനും വരുണും അനാർക്കലിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും
ദേ എനിക്ക് സന്തോഷമായി. ഗോവിന്ദേട്ടൻ മരിക്കും, അതുറപ്പാ. ഈ സമയം നമ്മുടെ അനാർക്കലി ആണെങ്കിൽ അവിടെ നിന്നിങ്ങനെ പറയുക, എത്ര രൂപ ആണെങ്കിലും ഞാൻ മുടക്കും, എന്നാൽ ഗീതവും ഗോവിന്ദും മരിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയമാണെങ്കിൽ രാധിക പ്രാർത്ഥിക്കുക, ആ ഗീതു തിരിച്ചു വരുമ്പോൾ ഡെഡ് ബോഡി ആയിട്ട് വന്നാൽ മതിയായിരുന്നു. ഗീതു ഇല്ലാതായി കഴിഞ്ഞാൽ ഗോവിന്ദ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ വരച്ച വരയിൽ നിൽക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇത് നിൽക്കുക, രാധികയിൽ നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.